ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 32 സ്വാഗതം. അവൻ വെടക്കാക്കിയ ദേഹം കഴുകി ചുരിദാർ ധരിച്ചു പുറത്തേക്കിറങ്ങി. പിന്നാമ്പുറ വാതിൽ വഴി അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ നയന ഞെട്ടിപ്പിറകിലേക്ക് കാൽ വെച്ചു പോയി. അടുക്കളപ്പുറത്തെ ഭിത്തിയിൽ തലകുമ്പിട്ടിരിക്കുന്ന കോശി. അരണ്ട വെളിച്ചത്തിൽ ആ മുഖം തെളിഞ്ഞു കാണുന്നില്ലെങ്കിലും രൂപത്തിൻ്റെ പരിചിതത്വം ഇരിക്കുന്നത് ആരാണെന്നറിയാൻ അവൾക്ക് സഹായകമായി. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്നു പോയെങ്കിൽ, ഈ ജീവനങ്ങ് പിടഞ്ഞു തീർന്നെങ്കിൽ. നയനയുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. ദേഹം വിയർപ്പിൻ്റെ നനവറിയാൻ തുടങ്ങി. തൊണ്ടക്കുഴിയിൽ നിന്നൊരക്ഷരം വരുന്നില്ല. അതുകൊണ്ട് തന്നെ മിണ്ടാതെ നിന്നു. ഇരുളിൽ അപ്പച്ചൻ്റെ മുഖഭാവം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, തലകുമ്പിട്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച്. ആ മുഖത്ത് ദുഃഖമാണോ അതോ ദേഷ്യമാണോ സ്ഫുരിച്ചിട്ടുണ്ടാകുക? കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി. കോശി ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് കയറി പോകുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും നയന ഒന്നനങ്ങാൻ പോലും കഴിയാതെ ആ നിൽപ്പ് തുടർന്നു. കണ്ണുനീർ പോലും പെയ്യാൻ ഭയന്ന് കൺകോണിൽ ഒളിച്ചിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട വീട് ഒരു ഭീകരം സത്ത പോലെ അവളെ നോക്കുന്നത് പോലെ. അതിനകത്തേക്ക് കയറാൻ തോന്നാത്ത പോലെ കാലുകൾ നിശ്ചലമാണ്. തിരിച്ചിറങ്ങി അർജുൻ്റെ കൂടെ പോയാലോ എന്ന അവിവേകം പോലും തോന്നിയ നിമിഷം. നേരം പുലരും വരെ നയനക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തിനൊന്ന് കിടക്കാൻ വരെ മനസ്സ് സമ്മതിച്ചില്ല. ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിൽ തളർന്നു കുഞ്ഞുമോളുടെ അരികിലിരുന്നു. കോശി അകത്തേക്ക് പോയിട്ടും കുറേ നേരം അവൾ ആ ഇരുട്ടിൽ നിന്നു. പുലർച്ചെ അമ്മച്ചി എഴുന്നേറ്റ് അടുക്കളയിൽ വരുമ്പോൾ എന്താ ഏതാ എന്നൊക്കെ ചോദിക്കില്ലയോ എന്ന ചിന്തയിൽ അടുക്കളയിൽ കയറി വാതിൽ കുറ്റിയിട്ടു മുറിയിൽ വന്ന് ഈ ഇരിപ്പിരുന്നതാ. അർജുനെ ഒന്ന് വിളിച്ച് ഇക്കാര്യങ്ങൾ പറയാൻ പോലും അവൾക്ക് മനസ്സ് തോന്നിയില്ല. ആകാശത്തിൻ്റെ നിറം മാറി വെളിച്ചം വരുന്നതും കുഞ്ഞുമോൾ ഞെരുങ്ങുന്ന ശബ്ദമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നതും ശ്രദ്ധിച്ചവളിരുന്നു. അപ്പച്ചനും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആ മുറിവാതിൽക്കലിലേക്ക് പോലും നോക്കാൻ ഭയപ്പെട്ടു നയന. അപ്പച്ചൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. വെറുപ്പ് മാത്രമാകും ആ മനസ്സിലിപ്പോൾ. ഈ നേരം പുലരുന്നത് നല്ലതിനു വേണ്ടി ആകില്ല. ത്രേസ്യ അടുക്കളയിൽ കയറുന്ന ശബ്ദം കേട്ട് നയന അങ്ങോട്ട് ചെന്നു. എന്തിനാ കൊച്ച ഇത്ര രാവിലെ എഴുന്നേറ്റത്? പോയി കിടന്നേ. ഉറക്കം മുറിച്ചൊന്നും എഴുന്നേറ്റ് വരണ്ടായിരുന്നു. ചായക്കുള്ള വെള്ളം അടുപ്പിലേക്ക് വെക്കുന്നതിനിടെ ത്രേസ്യ അവളെ നോക്കി പറയുന്നുണ്ട്. അപ്പച്ചൻ? അവൾ പതുക്കെ ചോദിച്ചു. മുറിയിലെത്തി നോക്കിയപ്പോൾ കണ്ടില്ല. അതാണ് ആ ചോദ്യം. പുറത്തേക്ക് പോയി കാണും. അടുപ്പിന് ചുവട്ടിൽ കാലിയാണെന്ന് കണ്ടപ്പോൾ കുറച്ച് വിറകെടുത്തു കൊണ്ടുവരാൻ ത്രേസ്യ പുറത്തേക്കിറങ്ങി. ഇന്നലെ അവളെ കണ്ടത് അപ്പച്ചന് പകരം അമ്മച്ചി ആയിരുന്നെങ്കിൽ സ്ഥിതി ഇതൊന്നുമായിരുന്നില്ല. ആകെ ബഹളം വെച്ച് തന്നെ പൊതിരെ തല്ലിയേനെ. അല്ല, താൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അപ്പച്ചനൊന്ന് ശകാരിച്ചിരുന്നെങ്കിൽ, ഒന്ന് തല്ലിയിരുന്നെങ്കിൽ ഇത്ര വേദന തോന്നില്ലായിരുന്നു. ഈ പാവം മനുഷ്യരോട് ചെയ്ത വഞ്ചനയ്ക്ക് കടുത്ത ശിക്ഷ തന്നെ താൻ അനുഭവിക്കണം. ഉറക്കം പോയെങ്കിൽ കൊച്ചു പോയി പല്ല് തേച്ച് കുളിച്ചു വാ. പ്രാതൽ കഴിച്ച് നമുക്ക് ബാങ്കിലേക്ക് ഇറങ്ങാം. നിന്റെ കയ്യിൽ രൂപ ഉണ്ടെന്ന് പറഞ്ഞത് നേര് തന്നെയാണോ? ആദിയോടെ ത്രേസ്യ പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കുമ്പോൾ കോശി ആ പിറകു വശത്ത് കൂടെ നടന്നു പോകുന്നത് കണ്ട് നയനയുടെ നെഞ്ചൊന്ന് ആളി. ഉണ്ടമ്മച്ചി, രൂപ ഉള്ളോണ്ടല്ലേ ഞാൻ ഇങ്ങ് വന്നത്. അപ്പച്ചൻ വരില്ലേ? കോശി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ണുകൊണ്ട് പരതിക്കൊണ്ട് അവൾ ചോദിച്ചു. അപ്പച്ചൻ വരാതെ പിന്നെ? അപ്പച്ചൻ്റെ പേരിലല്ലേ ആധാരം വച്ചേക്കുന്നത്. ത്രേസ്യ അത് ഉറക്കെ പറഞ്ഞതും കോശി കേട്ടിരുന്നു. രാവിലെ ഒരു 10 മണിയോടെ അവർ ബാങ്കിലേക്ക് ഇറങ്ങി. കുഞ്ഞുമോളെ തോമസിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പച്ചൻ്റെ മൗനം അവളെ തളർത്തിയിരുന്നു. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു നോട്ടം പോലും കോശിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. പൊതുവെ സംസാരം കുറവുള്ള കോശിയുടെ ആ പെരുമാറ്റത്തിൽ ത്രേസ്യയ്ക്ക് സംശയം തോന്നിയില്ല. ബാങ്കിലെത്തി പേപ്പേഴ്സൊക്കെ ശരിയാക്കി ഇരുവരും കാത്തിരുന്നു. കുറച്ച് പേപ്പറുകളിൽ ഒപ്പുവെച്ച് കോശിയും അവർക്കൊപ്പം ഇരുന്നു. പറഞ്ഞ അത്രയും തുക കെട്ടി ആധാരം കോശിയുടെ കയ്യിലേക്ക് വെക്കുമ്പോൾ നയനയുടെ കൈകൾ വിറച്ചു. കോശി അത് വാങ്ങിയില്ല.
അയാൾ പതിയെ മുഖമുയർത്തി മകളെ നോക്കി. ആ നോട്ടത്തിന് പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. അപമാനഭാരത്താൽ നയനയുടെ തല നന്നേ താഴ്ന്നുപോയി. എത്ര പെട്ടെന്നാണ് താൻ അപ്പച്ചൻ്റെ മുൻപിലൊരു കള്ളിയായത്. മുമ്പിൽ കാണുന്നതൊരു അപ്പൻ്റെയും മോളുടെയും സ്നേഹപ്രകടനമാണെന്നും ആ അപ്പൻ്റെ കണ്ണിൽ ഇപ്പോൾ കാണുന്നത് മകളെക്കുറിച്ചുള്ള അഭിമാനമാണെന്നും തെറ്റിദ്ധരിച്ചു. പാവം ആ സ്ത്രീയുടെ കണ്ണുകളും നിറഞ്ഞു. ബാങ്കിൽ നിന്നും തിരിച്ചെത്തി ത്രേസ്യ കുഞ്ഞുമോളെ തറവാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോയ നേരം നയന ദൃഢനിശ്ചയത്തിൽ നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചു കോശിയുടെ മുറിയിലേക്ക് ചെന്നു. കോശി കട്ടിൽ തന്നെ ഇരുന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അയാളുടെ മനസ്സ് ചിന്തകളിൽ മുഴുകി. സ്വന്തം മോൾ, അയാൾ ഏറെ സ്നേഹിച്ച മോൾ വഴിവിട്ട ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാകുമോ? താനാണ് എല്ലാത്തിനും കാരണക്കാരൻ. മക്കൾക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ജീവിതം നൽകാൻ കഴിയാത്ത ഹതഭാഗ്യവാനായ പിതാവായിപ്പോയി താൻ. അവൾക്ക് പഠിക്കാൻ കൊടുക്കാൻ പണം ഉണ്ടായിരുന്നെങ്കിൽ നയന ഒരിക്കലും ബാംഗ്ലൂരിൽ പോകില്ലായിരുന്നു. അനാഥ മക്കൾ പഠിക്കുന്ന പോലെ സ്കോളർഷിപ്പിൽ പഠിക്കാൻ അവസരം തേടില്ലായിരുന്നു. ഇപ്പോൾ അവളങ്ങനെ ഉണ്ടാക്കിയ പണമാണെങ്കിലും ആ പണം ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് പോലും ബാങ്ക് കൊണ്ടുപോയേനെ. കോശിയുടെ മിഴികൾ ഈറനണിഞ്ഞു. അപ്പച്ച. നയനയുടെ വിളി കേട്ട് കോശി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അയാളുടെ നിറഞ്ഞ മിഴികൾ അവളുടെ ഹൃദയം തകർത്തു. താൻ കാരണം തൻ്റെ അപ്പച്ചൻ വിഷമിക്കുന്നു. എന്തിനും ഏതിനും കൂട്ടുനിൽക്കുന്ന അപ്പച്ചൻ. സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നോവിക്കുന്നൊരു വാക്കുപോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈ മൗനം തന്നെ വല്ലാതെ തകർക്കുന്നു. എന്നോട് പൊറുക്കണേ അപ്പച്ച. അപ്പച്ചൻ്റെ മോൾ പാപം ചെയ്തു പോയി. നയന കുമ്പിട്ടിരുന്നു അപ്പച്ചൻ്റെ കാൽമുട്ടിൽ മുഖം വെച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അവളുടെ കണ്ണുനീർ അയാളുടെ തുണി നനച്ചു. വേണ്ട, ഇവിടെ വെച്ചൊരു സംസാരം വേണ്ട. നിന്റെ അമ്മച്ചി ഇതൊക്കെ അറിഞ്ഞാൽ പ്രതികരിക്കുന്നത് എന്നെപ്പോലെ ആയിരിക്കില്ല. കോശിയുടെ ശബ്ദം ഉറച്ചതും ഗൗരവത്തിലുമായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി നയന കോശിയെ നോക്കി. സ്വന്തം മകൾ അസമയത്ത് അന്യപുരുഷൻ്റെ കൂടെ പോയത് നേരിൽ കണ്ട കോശിയെപ്പോലൊരു സാധാരണക്കാരൻ ഇങ്ങനെ തന്നെയാകില്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക? അപ്പച്ച. നയന പിന്നെയും ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. കോശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. മുഖത്തെ പേശികൾ തുറിച്ചു വന്നു. അവളുടെ സാമീപ്യം അയാളെ വല്ലാതെ വെറുപ്പിക്കുന്നത് പോലെ. മുഖം തിരിഞ്ഞിരുന്നു കോശി നയനയുടെ കൈകൾക്കിടയിൽ എന്തോ തിളങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തല തിരിച്ചു നോക്കി. വലിയൊരു മാലയിൽ കോർത്തൊരു മിന്ന്. ഇതവളുടെ കഴുത്തിൽ ഉണ്ടായിരുന്നുവോ? കോശിക്ക് തലയ്ക്ക് പിറകിലൂടെ ഒരു പ്രഹരമേറ്റതുപോലെ തരിച്ചുപോയി. കൊച്ചേ. കോശി ആ താലിയിൽ സ്പർശിച്ചു. അയാളുടെ കൈവിരലുകൾ ക്രമാതീതമായി വിറച്ചു. നയനക്കത് കണ്ടു ഭയമേറി. തൻ്റെ അപ്പനെന്തോ സംഭവിക്കുന്നെന്ന് അവൾ ഭയന്നു. അവൾ ആ താലി പിടിച്ച അപ്പച്ചൻ്റെ കൈകളെ മുറുകെ പിടിച്ചു. അപ്പച്ച, അർജുനേട്ടൻ കെട്ടിയ മിന്നാണിത്. എനിക്ക് അർജുനേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും കണ്ണീരിലായിട്ടില്ല. അപ്പോഴും കോശിയുടെ മിഴികൾ മറ്റെങ്ങോ ആയിരുന്നു. ഇന്ന് വരെ കാണാത്ത തീക്ഷ്ണത ആ നരച്ച പുരികക്കുടികൾക്കിടയിൽ തങ്ങി നിന്നു. ആരാണവൻ? എനിക്കവനെ കാണണം. ഒരനക്കവുമില്ലാതെ ആ നോട്ടം തുടർന്നുകൊണ്ട് കോശി ചോദിച്ചു. നയനയുടെ ദേഹം ഒന്നുലഞ്ഞു. അവൾ അപ്പനെ പേടിയോടെ നോക്കി. പറ, ആരാണവൻ? പിന്നെ അതൊരു ഗർജനമായതും നയന കൈകളിൽ നിന്ന് വിട്ടറിയാതെ പിറകിലേക്കൊന്ന് നീങ്ങിപ്പോയി. കോളേജിലെ റാമ്പ് കോമ്പറ്റീഷനിൽ വെച്ച് നയന അർജുനെ ആദ്യമായി കണ്ട ദിവസം തൊട്ട് പിന്നീടുണ്ടായ സംഭവവികാസങ്ങളൊക്കെയും പറഞ്ഞു. ഇതിലും ഭേദം കുഞ്ഞുമോൾ ചാവുന്നതായിരുന്നല്ലോടി. എല്ലാം കേട്ട് കോശി പുച്ഛത്തോടെ ചുണ്ടൊന്നു കൂട്ടി. പിന്നെ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞത് ഇങ്ങനെയും. അപ്പച്ച. ഒരപ്പനും അംഗീകരിക്കാത്ത കാര്യമാണ് അവൾ ചെയ്തതെങ്കിലും അദ്ദേഹത്തിൻ്റെ അവഗണന അവളെ നന്നേ തളർത്തി. സ്വന്തം അനിയത്തിയുടെ ജീവൻ രക്ഷിച്ചത് ചേച്ചി ഈ ഒരു വഴി സ്വീകരിച്ചാണെന്ന് അവൾ അറിഞ്ഞാൽ. കൊച്ചു പറ, നിന്റെ കാര്യത്തിൽ ഇനി ഈ അപ്പച്ചൻ എന്താണ് ചെയ്തു തരേണ്ടത്? ചോദിക്കുന്നത് ഗൗരവത്തിലാണെങ്കിലും ആ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു. നയന മൗനമായിരുന്നു. അപ്പച്ചൻ്റെ ഉള്ളു തണുക്കുന്നത് വരെ അവൾ കാത്തിരുന്നു. എവിടെയുണ്ടവൻ? എനിക്ക് കാണണമെന്ന് പറഞ്ഞില്ലേ?
കോശി എഴുന്നേറ്റ് അലമാരയിൽ നിന്ന് ഷർട്ടെടുത്ത് ധരിക്കാൻ തുടങ്ങി. നീ വിളിച്ചാൽ അവൻ വരുമോ? അതോ വഞ്ചിച്ചു കളഞ്ഞേച്ചു പോയോ? തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാൻ മനസ്സിനെ കടിഞ്ഞാനിടാൻ കഴിയാതെ ഒരു ഭ്രാന്തനെപ്പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഷർട്ടിടുന്ന കോശിയെ പേടിയോടെ നോക്കിക്കൊണ്ട് നയന ആ തറയിൽ നിന്ന് എഴുന്നേറ്റു. തൻ്റെ അരുമമകൾ തന്നെ ചതിച്ചിരിക്കുന്നു. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് എത്രത്തോളം മനോഹരമാക്കാൻ കഴിയും എന്നൊരു ഉറപ്പില്ലെങ്കിലും അവളുടെ വിവാഹം ആ അപ്പച്ചൻ്റെ വലിയ സ്വപ്നമാണ്. അതാണ് അവൾ തകർത്തത്. സ്വർണമാല എടുത്ത് കഴുത്തിലിട്ടപ്പോഴേക്കും അതവൾക്ക് അവനെ കണ്ണടച്ച് വിശ്വസിക്കാനുള്ള താക്കോലായി. വിടില്ല ഞാൻ അവനെ. എൻ്റെ കുഞ്ഞിനെ ചതിച്ച എൻ്റെ കുടുംബം തകർക്കാൻ നോക്കിയവനെ. കോശി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊന്ന് നിന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ ഭിത്തിയിലെ അലമാര തുറന്ന് പേഴ്സ് എടുത്തു അരയിൽ തിരുകി. നയന തല താഴ്ത്തി കണ്ണീർ തുടച്ചു. ഉള്ളിൽ സംഘർഷങ്ങളുടെ കനലാട്ടമാണെങ്കിലും നേരിയ ഉൾക്കുളിരും ഇല്ലായില്ല. കാരണം അപ്പച്ചൻ അർജുനേട്ടനെ കാണാനും സംസാരിക്കണം. ഈ ഒളിച്ചു കളിക്കൊരു അവസാനമാകുമല്ലോ. അപ്പച്ചൻ ഒരിക്കലും അർജുനേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അവൻ്റെ നമ്പർ ഇങ്ങത്താ, ഞാൻ തപ്പി കണ്ടെത്തിക്കോളാം. കോശിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഞെട്ടിച്ച് പുറത്ത് കടത്തിയത്. ഇളയപ്പ ലോഡ്ജ് ശരിയാക്കി കൊടുത്തില്ലേ? ആ ആളാ. ഇവളിതെന്തോ നീ പറയുന്നതെന്ന മട്ടിൽ കോശി നോക്കി. അപ്പം അവനും അറിഞ്ഞുകൊണ്ടാണോ? അല്ല അപ്പച്ച, ഞാൻ അർജുനേട്ടൻ്റെ കൂടെയാ ഇങ്ങോട്ട് വന്നത്. തിരിച്ച് ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞ് താമസിക്കാൻ ഇവിടെ ഒരു ഇടം നോക്കുന്നതിനിടയിൽ യാദൃശികമായിട്ട് ഇളയപ്പയെ കണ്ടത്. വിറക്കുന്ന താടയും ചുണ്ടുകൾ അവളെ വ്യക്തമായി പറയാൻ സമ്മതിക്കണ്ടേ? ഈ കുറച്ച് സമയം കൊണ്ട് അവൾക്ക് അപ്പച്ചന് വല്ലാതെ ഭയം തോന്നി. അതുപോലുണ്ട് കോശിയുടെ ഇപ്പോഴത്തെ നോട്ടവും പ്രവർത്തികളും. അവളുടെ പുതിയ വെളിപ്പെടുത്തൽ കേട്ട് അയയിൽ നിന്നൊരു തോർത്തെടുത്തു ശബ്ദത്തിൽ അടിച്ചു കുടഞ്ഞു. തോളിലേക്കിട്ട് അവൾക്കരികിലെത്തിയപ്പോൾ കാലുകൾ നിശ്ചലമായി. തറപ്പിച്ചു നോക്കുന്ന കൂടെ മൂളിക്കൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി. കാറ്റുപോലെ പാഞ്ഞു പോകുന്നവനെ പകപ്പോടെ നോക്കിക്കൊണ്ടാണ് ത്രേസി ആ പടികൾ കയറി വന്നത്. അമ്മച്ചിയുടെ പിന്നിൽ ആട്ടിൻകുട്ടിയെപ്പോലെ തുള്ളി കുഞ്ഞുമോളുമുണ്ട്. ഇരുവരുടെയും മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ആനന്ദം, വീട് തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം പതിയെ മങ്ങിത്തുടങ്ങുന്നുണ്ട്. അവരെ കണ്ടതും നയന വേഗം പുറത്തേക്കിട്ട മിന്നുമാല ചുരിദാർ ടോപ്പിൻ്റെ കഴുത്തിനുള്ളിലേക്കിട്ടു. എന്തു മറന്നാലും മാലയെക്കുറിച്ചുള്ള ബോധ്യം അവൾക്ക് എപ്പോഴുമുണ്ട്. നിങ്ങളിതെങ്ങോട്ടാ കോശിച്ചായ? ഒരു വാക്കും മിണ്ടാതെ തിരിഞ്ഞു പോകുന്നവനെ നോക്കി ത്രേസ്യ ഉറക്കെ വിളിച്ചു ചോദിച്ചു. മറുപടി ഇല്ലെന്ന് കണ്ടതും ഉമ്മറ തോണിൽ പിടിച്ചു നിൽക്കുന്ന നയനയെ സംശയത്തോടെ നോക്കി. അപ്പച്ചനെ ഇതെങ്ങോട്ടാ കൊച്ചേ? എനിക്കറിയില്ല അമ്മച്ചി. നയന വേഗം മുറിയിലേക്ക് നടന്നു. ത്രേസ്യ കൂടെ ഇക്കാര്യങ്ങൾ അറിയുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ആദ്യം വീണ്ടും തുടങ്ങി. കിട്ടിയ അവസരത്തിൽ കുളിമുറിയിൽ കയറി ഒളിച്ചു നയന അർജുൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ആദ്യ റിങ്ങിൽ തന്നെ അവൻ ഫോൺ എടുത്തു എന്നത് വലിയ ആശ്വാസം. അല്ലെങ്കിലും അവന് വേറെന്താ പണി? ആ ലോഡ്ജ് മുറിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും അവളുടെ കോള് വരുന്നുണ്ടോ നോക്കിയും ഇടയ്ക്ക് ലാപ്പിൽ കമ്പനി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തും സമയം കൊന്നു ഇരിക്കല്ലേ. പറ എൻ്റെ ഭാര്യയെ. അവൻ്റെ വായിൽ തേനൊഴുകി. അപ്പച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട്, നയന ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. എന്താ? നിന്റെ അപ്പച്ചനോ? എന്തിന്? അർജുൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു. പിടിച്ചൊരു ഉമ്മ തരാൻ. ഇന്നലെ അർജുനേട്ടൻ വന്നത് അപ്പച്ചൻ കണ്ടു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ വരുമ്പോൾ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. നയന ശബ്ദം അടക്കി പറയുന്നതിനിടെ വാതിൽപ്പാളിയിലൂടെ ഇടയ്ക്ക് കുഞ്ഞുമോൾ വരുന്നുണ്ടോയെന്ന് നോക്കി. അവൾക്ക് കൂർത്ത കാതാണ്. അമ്മച്ചിക്ക് കേൾവി ഇത്തിരി കുറവാ. അയ്യോ, എന്നിട്ട്? ഞാനെല്ലാം അപ്പച്ചനോട് പറഞ്ഞു. അർജുനേട്ടനെ കാണണമെന്ന് പറഞ്ഞ് അപ്പയെ ഇറങ്ങി. അവനെ മാത്രം അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. അത് കണ്ട് രസിച്ച് ഉറക്കെ ചിരിക്കുന്ന ഒരു രാക്ഷസിയുടെ മുഖമായിരുന്നു ആ നേരം അവൻ്റെ മനസ്സിൽ നയനക്ക്. തുടരും. ഇനി എന്തോ അല്ലേ? അല്ല, അതൊരു നല്ല കാര്യമാണ്. കോശിയെ കാണട്ടെ, അർജുനെ കാണട്ടെ, എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ? അപ്പോൾ കാത്തിരിക്കുമല്ലോ. താങ്ക് യു.